നാഷണൽ ലെവലും അതുപോലെ സ്റ്റേറ്റ് ലെവലിലുമുള്ള നിരവധി ഏജൻസികൾ സർവേകൾ നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സർവേകളെക്കുറിച്ചെല്ലാം തന്നെ നമ്മുടെ ചാനലുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നാഷണൽ ലെവലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസികളിലൊന്നാണ് മാട്രിക്സ് എന്ന് പറയുന്ന ഒരു ഏജൻസി. അവരുടെ സർവേകൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവർ സർവേ നടത്തിയിട്ടുള്ളത് കേരളത്തിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് പല സംസ്ഥാനങ്ങളിലും, ഇപ്പോൾ ഉദാഹരണത്തിന് തമിഴ്നാട്ടിലാണെങ്കിലും അതുപോലെ ആസാമിലാണെങ്കിലും ഒക്കെ സർവേകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സർവേകളുടെ റിസൾട്ട് പറഞ്ഞതിന് ശേഷം ഞാൻ കേരളത്തിലേക്ക് കൂടി വരാം. കേരളത്തിൽ വളരെ ടൈറ്റായിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് എന്നുള്ളതാണ് ഈ മാട്രിക്സിൻ്റെ സർവേയിൽ പറയുന്നത്. അവർ ആസാമിനെ കുറിച്ചാണ് ഏറ്റവും ആദ്യത്തെ റിസൾട്ടുകൾ പറയുന്നത്. ആസാമിൽ കഴിഞ്ഞ തവണ എൻ ഡി എക്ക് 75 സീറ്റുകളും അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 50 സീറ്റുകളുമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കഴിഞ്ഞ തവണ അവർക്ക് കിട്ടിയത് 44.57% വരുന്ന വോട്ടുകളാണ് അവർക്ക് കിട്ടിയത്. അതെന്ന് പറഞ്ഞാൽ 3.70 വരുന്ന ശതമാനം അവർക്ക് കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത് വോട്ടിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് എൻ ഡി എക്ക്. അതിൽ പക്ഷേ കണക്കുകൾ നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 85,56,059 വോട്ടുകളാണ് അവർക്ക് യഥാർത്ഥത്തിൽ കിട്ടിയത്. അതേസമയം രണ്ടാം സ്ഥാനത്ത് വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അത് 50ഓളം സീറ്റുകളിലേക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്തിയത്. ആ 50ഓളം സീറ്റുകളിലേക്ക് എത്തിയെങ്കിൽ പോലും അവരുടെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 43.68% എന്ന് പറഞ്ഞാൽ 0.83% വ്യത്യാസം മാത്രമേ അവിടെ ആസാമിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ചുരുക്കം. അതിൽ തന്നെ നിങ്ങൾ അറിയേണ്ടത് കേവലം 1,59,573 വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 0.83% വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ടോട്ടൽ ഇലക്ടേഴ്സ് എന്ന് പറയുന്നത് 2,34,00,000 വരുന്ന 37,172 വരുന്ന ആളുകളാണ്. അതിൽ 1,18,00,000 മെയിലാണ്, ഫീമെയിൽ 1,15,00,000. ഇതാണ് ആസാമിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആസാമിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ ആകാംക്ഷയോടുകൂടി ആളുകൾ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കോൺഗ്രസ് വലിയ പ്രാമുഖ്യമുള്ള, BJPയും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ അവിടെ 126 വരുന്ന സീറ്റുകളാണ് അസംബ്ലി സീറ്റുകളുള്ളത്. കഴിഞ്ഞ തവണത്തെ സെൻസസ് പ്രകാരം അവിടുത്തെ ഒരു മതപരമായ വിശ്വാസികളുടെ ഘടന കൂടി, എത്ര പോപ്പുലേഷൻ കൂടി നമുക്കൊന്ന് നോക്കാം. ഹിന്ദുക്കൾ അവിടെ 61.5%, മുസ്ലിംസും 34.22%, ക്രിസ്ത്യൻ മൈനോറിറ്റീസ് 3.7%. അതിൽ മോസ്റ്റ് ഓഫ് ദം, അതിൽ ഭൂരിഭാഗം പേരും SC/STക്കാരൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. SC/STക്കാർ തന്നെ അവിടുത്തെ 6ഓളം വരുന്ന പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റികളുണ്ട്. മാരൻ, മാത്തക് എന്നൊക്കെ പറഞ്ഞ കമ്മ്യൂണിറ്റികളിലടക്കമായി 13% വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംസ്ഥാനത്ത് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ, ഈ മാട്രിക്സ് സ്റ്റഡി നമ്മളോട് പറയുന്നത്, സർവേ എന്ന് പറയുന്നത് ആസാമിൽ BJP വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ 96 മുതൽ 98 വരെ സീറ്റുകൾ. അവർ വളരെ കൃത്യമായിട്ടാണ് പല കാര്യങ്ങളും പറഞ്ഞേക്കുന്നത്. കാരണം സാധാരണ ഒരു 75-നും 105-നും ഇടക്ക് എന്നൊക്കെ പറയാറില്ല, പകരം അവർ കുറച്ചുകൂടി കൃത്യമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ബോൾഡായിട്ട് 96-നും 98-നും ഇടക്കെന്നാണ്. അവർ നിരവധി സ്ഥലങ്ങളിൽ അവർ സർവേ നടത്തി കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ കർണാടകത്തിൽ ഞാൻ റിസൾട്ട് പ്രിഡിക്റ്റ് ചെയ്തതാണ്, അത് കുറച്ചുകൂടി കറക്റ്റായിരുന്നു. അതിൻ്റെ അത്രയും വന്നില്ലെങ്കിലും മാട്രിക്സ് ഏതാണ്ട് അതിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളൊരു സർവേ റിസൾട്ടാണെന്ന് പുറത്തുവിട്ടിരുന്നത്. മാട്രിക്സ് ഒക്കെ പക്ഷേ വലിയ തോതിൽ പഠനം നടത്തിയിട്ടാണ്. അതുപോലെ തന്നെ അവർ മറ്റു പല സ്ഥലങ്ങളിലും, നിരവധി സ്ഥലങ്ങളിൽ അവർ ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മധ്യപ്രദേശിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ മറ്റു പല സ്ഥലങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2021 ടോട്ടൽ സീറ്റുകൾ 126 ആണെന്ന് പറഞ്ഞു. ആ 126-ൽ 96 മുതൽ 98 സീറ്റുകൾ, 43.44% വോട്ടുകൾ BJPക്ക് കിട്ടും എന്നുള്ളതാണ് അവർ പറഞ്ഞേക്കുന്നത്. കോൺഗ്രസിന് 26 മുതൽ 28 വരെ സീറ്റുകൾ കിട്ടും, 39 മുതൽ 40% വരെ വോട്ടുകൾ കിട്ടും. എന്ന് പറഞ്ഞാൽ വോട്ടുകളുടെ കാര്യത്തിൽ വലിയ കുറവുണ്ടാകുന്നില്ല, 4% കുറവുണ്ടാകുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ 43.68 കോൺഗ്രസിൻ്റെ വോട്ടുകൾ എന്ന് ഓർക്കണം. അതിൽ നിന്ന് 39.40-40 ശതമാനത്തിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. BJPക്ക് വോട്ടുകൾ കുറയും, പക്ഷേ 1% കുറയുള്ളൂ. 44.51 അത് 43.44% എത്തുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. മറ്റുള്ള ആളുകളൊക്കെ കൂടി തന്നെ ഒരു 2 മുതൽ 8 വരെ സീറ്റുകൾ പിടിച്ചേക്കാം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതൊരു 18 മുതൽ 20% വരുന്ന വോട്ടുകൾ അവർക്കുണ്ടാകും എന്നുള്ളതാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കറിയില്ല എങ്ങനെ വരും എന്നുള്ളത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊരു സ്റ്റഡിയാണ്, ഒരു സൂചകമാണ്, വളരെ സയൻറ്റിഫിക്കലി പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് ആസാമിൻ്റെ കാര്യത്തിലെങ്കിൽ. ഞാൻ കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം, തമിഴ്നാട് കൂടി പറഞ്ഞതിന് ശേഷം. തമിഴ്നാട്ടിലാണ് അവർ ഞെട്ടിപ്പിക്കുന്ന ഒരു റിസൾട്ടാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളങ്ങനെ വിചാരിക്കാത്ത ഒരു റിസൾട്ടാണ് അവർ പറഞ്ഞേക്കുന്നത്. തമിഴ്നാട്ടിൽ 2021 ഉണ്ടായിട്ടുള്ള റിസൾട്ട് എന്താണെന്ന് നോക്കാം. അന്ന് DMKക്ക് 159 സീറ്റുകളിലേക്കാണ് DMK അലയൻസ് എത്തുന്നത്. AIDMK അലയൻസ് എത്തുന്നത് 75 സീറ്റുകളിലേക്കാണ്. എന്ന് പറഞ്ഞാൽ
ലാസ്റ്റ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്കറിയാം ഡി എം കെക്ക് ഉണ്ടാകുന്നത് 98 സീറ്റുകളാണ്. അതിൽ നിന്ന് 61 സീറ്റുകൾ കൂട്ടുകയാണ് ഡി എം കെ ചെയ്തത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ ഡി എം കെക്ക് 136 സീറ്റുകളിൽ നിന്ന് 61 സീറ്റുകൾ കുറയുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതാണ് 159 സീറ്റുകൾ ഡി എം കെക്കും 75 സീറ്റുകൾ ഡി എം കെക്കുമാണ് ഉള്ളത്. അതിനുശേഷം ഡി എം കെയിലടക്കം നിരവധി സ്പ്ലിറ്റുകൾ നടന്നതൊക്കെ നമുക്കറിയാം. അവരുടെ വോട്ട് പെർസെൻറ്റേജും കൂടി നമുക്കൊന്ന് നോക്കാം. ഡി എം കെക്കുള്ളത് 1,74,30,779 വോട്ടുകളാണ്. ഡി എം കെക്ക് ഉണ്ടായിരുന്നത് 75 സീറ്റുകളിലേക്ക് അവർ ഒതുങ്ങി പോയെങ്കിലും 1,53,91,000 വരുന്ന വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 20-21 ലക്ഷം വോട്ടുകളുടെ വ്യത്യാസമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ചുരുക്കം. പെർസെൻറ്റേജ് നോക്കിയാൽ 37.7% ഡി എം കെക്കും അതുപോലെ 33.29% ഡി എം കെക്കും ഒക്കെയാണ് ഉള്ളത്. 6.31% വോട്ട് വർധന ഡി എം കെക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞപ്പോൾ 7.59% വോട്ടിൻ്റെ നഷ്ടമാണ് ഡി എം കെക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു അവിടുത്തെ സിറ്റുവേഷൻ. പക്ഷേ ഇത്തവണ സിറ്റുവേഷൻസ് ഒക്കെ മാറും. കാരണം TVK എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ വിജയുടെ പാർട്ടി കൂടി മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ ആകാംക്ഷയോടുകൂടി ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. വിജയ് മുഖ്യമന്ത്രിയാകുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്തായാലും മാട്രിക്സ് സർവേ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡി എം കെക്ക് 104 മുതൽ 114 വരെയുള്ള സീറ്റുകൾ കിട്ടും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ 37 മുതൽ 38% വരെ 37-38% വോട്ടുകളാണ് ഡി എം കെക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. അവിടെ ടോട്ടലുള്ള സീറ്റുകൾ 234 നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ 114 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 234 സീറ്റുകളിൽ ഭൂരിപക്ഷത്തിലേക്ക് എത്തുമോ എന്നുള്ള സംശയമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഡി എം കെയുടെ കാര്യത്തിൽ അവർ പറയുന്നതെങ്കിൽ. നമ്മളെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു കാര്യം അവർ പറയുന്നത് ഡി എം കെയുടെ റിസൾട്ടാണ്. ഡി എം കെ 114 മുതൽ 127 വരെ, അതായത് ഡി എം കെ മാക്സിമം എത്തുമെന്ന് പറയുന്ന സംഖ്യ 114 ആ 114 നിന്ന് യഥാർത്ഥത്തിൽ 127 വരെയുള്ള നമ്പറുകളിലേക്ക് ഡി എം കെ എത്തിച്ചേരും. ഡി എം കെ 39 മുതൽ 40% വരെ വോട്ടുകൾ പിടിക്കുമെന്നാണ്. കൂടാതെ TVK എന്ന് പറയുന്ന വിജയുടെ പാർട്ടി 6 മുതൽ 12 വരെ സീറ്റുകൾ പിടിക്കുമെന്നും 14 മുതൽ 15% വോട്ടുകളിലേക്ക് മാത്രമായി അവർ ചുരുങ്ങുമെന്നാണ്. ഞാനടക്കം പല വീഡിയോകളിലും നിങ്ങളോട് പറഞ്ഞത് ഏതാണ്ട് ഒരു 20% വരെ വോട്ടുകൾ പിടിക്കുമെന്നാണ്. എൻ്റെ ഇപ്പോഴുള്ള പ്രതീക്ഷ എങ്ങനെയാണ്, ഒരു 18-20% വോട്ടുകൾ പിടിക്കുമെന്നാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റുള്ള ആളുകൾ 1 മുതൽ 6 വരെ സീറ്റുകൾ പിടിക്കുകയും 10 മുതൽ 12% വരെ വോട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിനേക്കാളൊക്കെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് ഡി എം കെ മുന്നണി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. പക്ഷെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള ഒരു റിസൾട്ടിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മുടെ തമിഴ്നാടും അതുപോലെ ആസാമും ഒക്കെ എത്തിച്ചേരാൻ പോകുന്നത്. ഇനി ഏറ്റവും ഒടുവിൽ നമ്മുടെ സ്റ്റേറ്റുകളിലേക്ക് കൂടി വന്നാൽ നമ്മുടെ സ്റ്റേറ്റിൽ കടുത്ത മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ എത്ര സീറ്റുകളാണെന്നുള്ളതൊന്നും ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. 99 സീറ്റുകൾ നേടി LDF അധികാരത്തിലിരിക്കുകയാണ്. PV അൻവർ പോയതിന് ശേഷം 98 സീറ്റുകളുണ്ട്. അത് 90 സീറ്റുകളായിരുന്നു കഴിഞ്ഞ തവണ 2016 പിണറായി വിജയൻ ഉണ്ടായിരുന്നത്. പക്ഷേ 9 സീറ്റുകൾ കൂടി കൂട്ടുകയാണ് ചെയ്തത് LDF വീണ്ടും. അപ്പോൾ അത്തരത്തിൽ വലിയ വർധനമുണ്ടായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ കേരളത്തിൽ വലിയ നേട്ടം UDF ഉണ്ടാക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ LDF വലിയ നേട്ടമുണ്ടാകും എന്നാണ് അവർ പറയുന്നത്. അത് LDF 61 മുതൽ 71 വരെ സീറ്റുകൾ കിട്ടിയേക്കാമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 71 സീറ്റാണെന്നറിയാം. ആ 71 സീറ്റുകൾ വരെ മാക്സിമം കിട്ടിയേക്കാം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ ടൈറ്റായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും. കൂടാതെ വളരെ ഒരു സീറ്റിൻ്റെയൊക്കെ ഭൂരിപക്ഷം മാത്രമേ LDF ഉണ്ടാവൂ എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും 42.43% വോട്ടുകൾ അവർക്ക് കിട്ടും എന്നുള്ളതാണ് മാട്രിക്സ് സർവേ പറയുന്നത്. ഇതാണ് LDF കാര്യമെങ്കിൽ UDF 58 മുതൽ 69 വരെ സീറ്റുകളിൽ എത്തി നിൽക്കും എന്നാണ് അവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല. 70 എത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്ക് ഈക്വലായി പോകും. 70 പോലും എത്തില്ല. 70 രണ്ടുപേരും ഈക്വലാവില്ല. കാരണം BJP സീറ്റുകൾ പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 58 മുതൽ 69 സീറ്റുകളിലേക്ക് എത്തും. എന്നാൽ 41.42% വോട്ടുകളിലേക്ക് എത്തും. അതായത് ഏതാണ്ട് 1% വ്യത്യാസം മാത്രമേ LDF UDF തമ്മിൽ ഇപ്പോൾ ഉള്ളൂ എന്നുള്ളതാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ NDA അവർ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 മുതൽ 2 വരെ സീറ്റുകൾ എന്ന് പറഞ്ഞാൽ 2 സീറ്റ് ഉറപ്പായിട്ടും പിടിക്കുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. 12-13% വോട്ടുകളിലേക്ക് എത്തും എന്നുള്ളത് കൂടിയാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ 2 സീറ്റുകൾ പോയിട്ടുണ്ടെങ്കിൽ ബാക്കി 138 സീറ്റുകളാണ്. ആ 138 സീറ്റുകളിൽ LDF 61 മുതൽ 71 വരെ എന്ന് പറയുമ്പോൾ അതിനിടയിൽ എപ്പോഴേക്കും വേണമെങ്കിലും സീറ്റുകളിലേക്ക് എത്താം. അങ്ങനെ സീറ്റുകളിലേക്ക് എത്തിയാൽ ഒരുപക്ഷെ വേണമെങ്കിൽ ഒരു തൂക്കുമന്ത്രിസഭ വരാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്.
അതുപോലെ തന്നെ UDF-നെ സംബന്ധിച്ചുള്ള 58 മുതൽ 69 വരെയാണ്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല, പകരം 58 മുതൽ 69 വരെ എത്താം എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ 100 സീറ്റുകൾ, 100-ലധികം സീറ്റുകൾ എന്ന് പറയുന്ന സ്വപ്നമൊക്കെ പൊലിയുമോ എന്ന് കാത്തിരിക്കാൻ നമുക്ക് എന്തായാലും മെയ് വരെ കാത്തിരിക്കണം. പക്ഷേ മെട്രിക്സിൻ്റെ സർവേ നമ്മളോട് പറയുന്ന ഡീറ്റെയിൽസ് ഇതാണ്, വിശദാംശങ്ങൾ ഇതാണ്. കേരളത്തിൽ നടക്കുന്നത് അതിതീവ്രമായിട്ടുള്ള കോമ്പറ്റീഷൻ ആണെന്നാണ്. അതേപോലെ തന്നെ തമിഴ്നാട്ടിലും ഇത്തരത്തിലുള്ള ഒരു തൂക്ക് മന്ത്രിസഭ വരാനുള്ള വേണമെങ്കിൽ സാധ്യതകളുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ സാധ്യതകളൊന്നുമില്ലാതെ വളരെ ക്ലീൻ സ്വീപ്പിൽ ജയിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ആസാമാണെന്ന് കൂടിയാണ്.